പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ പിറവി തിരുനാളിൻ്റെ തലേ ദിവസം നമ്മൾ വന്നു നിൽക്കുകയാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം നവനാടിൻ്റെ 9ാമത്തെ ദിവസമാണ്. 29-ാം തീയതി കൊടികയറി 30-ാം തീയതി മുതൽ അങ്ങനെ നവനാൾ ആരംഭിച്ചതാണ്. ഇന്ന് നവനാൾ പൂർത്തീകരിക്കുകയാണ്. തീർത്ഥാടകരുടെ പ്രത്യാശയായ മറിയം, പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. സ്വർഗീയ ജെറൂസലേം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ നമ്മളിതാ ഈ ഭൂമിയിലൊരു മരിയൻ തീർത്ഥാടനം നമ്മൾ നടത്തുകയാണ്. ഈ തീർത്ഥാടനത്തിൽ ഒത്തിരി പ്രത്യാശ നമുക്കുണ്ട്. നമ്മുടെ മധ്യസ്ഥ മാതാവിന് നമ്മുടെ പ്രത്യാശയോടെ നമ്മൾ തേടി വന്നിരിക്കുകയാണ്. നമുക്ക് ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ പരിശുദ്ധ ബലിയർപ്പണം അനുഗ്രഹമാകട്ടെ. മാതാവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് നമുക്ക് നൽകട്ടെ. തലേദിവസം ചോദിച്ചാലും കിട്ടും. കുറേ പേര് കുറേ മാസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കണ്ടീഷനേ ഉള്ളൂ. ഇപ്പോൾ തലേദിവസം അല്ലേ, അങ്ങ് പെട്ടെന്ന് അങ്ങ് കയറി ചെന്ന് ചോദിക്കുന്നതിനേക്കാൾ കുറച്ചൊക്കെ അവിടെയൊക്കെ നിന്ന് ഒന്ന് ചുറ്റിപ്പറ്റിയൊക്കെ നിന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് മാതാവിനും കർത്താവിനും ഒക്കെ തോന്നട്ടെ, ഇവൻ എൻ്റെ കൂടെ ഉണ്ട്. ഈ പരിശുദ്ധ ബലിയർപ്പണ സമയത്തും ഇവൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് തോന്നട്ടെ. അങ്ങനെ കർത്താവിന് തോന്നിയാൽ ചുമ്മാ അങ്ങ് എടുത്തു തരും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെ ഒരു സ്വർഗീയമായ ഒരു അനുഭവം ഈ പരിശുദ്ധ കുർബാന സമയത്ത് ഉണ്ടാകട്ടെ. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നമുകരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ക്രിസ്തുവേ
കനിയണമേ കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, സന്മനസ്സുള്ളവർക്ക് ശാന്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് വഴിയാണല്ലോ പരിത്രാണം വരുന്നതും ഞങ്ങൾക്ക് ദത്തെടുപ്പ് ലഭിക്കുന്നതും. അങ്ങേ പ്രിയ മക്കളെ ദയാപൂർവം കടാക്ഷിക്കണമേ. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യവും നിത്യമായ അവകാശവും ലഭിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന് വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളിയിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരന് എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം നിരക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരനിൽ നിന്ന് നീ വാങ്ങണം. വിളവിൻ്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിൻ്റെ വർഷങ്ങളുടെ എണ്ണമനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ഭൂമി അതിൻ്റെ വിളവ് നൽകി. നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലമോൻ എഴുതിയ ലേഖനത്തിൽ നിന്ന് 9-ാം അധ്യായം 10, 12, 17 തിരുവചനങ്ങൾ. വാത്സല്യമുള്ളവരെയും, പൗലോസായ ഞാൻ വൃദ്ധനും ഇപ്പോൾ യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനുമാണ്. എൻ്റെ പുത്രൻ ഒനേസിമോസിൻ്റെ കാര്യമാണ് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റെ കാരാഗ്രഹവാസകാലത്ത് ഞാൻ അവന് പിതാവായി.
അവനെ നിന്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചയക്കുന്നു. എൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയക്കുന്നത്. സുവിശേഷത്തെ പ്രതിയുള്ള എൻ്റെ ബന്ധിതാവസ്ഥയിൽ നിനക്ക് വേണ്ടി എന്നെ ശുശ്രൂഷിക്കുവാൻ ഞാൻ അവനെ സന്തോഷപൂർവം എന്നോടൊപ്പം നിർത്തുമായിരുന്നു. നിന്റെ ഔദാര്യം നിർബന്ധത്താലാകാതെ സ്വതന്ത്ര മനസ്സാൽ ആകുന്നതിനാണ് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കാത്തത്. അല്പകാലത്തേക്ക് അവൻ നിന്നിൽ നിന്നും വേർപിരിഞ്ഞ് ഒരുപക്ഷെ നിത്യമായി അവനെ നിനക്ക് തിരിച്ചു കിട്ടുന്നതിനുമായിരിക്കാം. ഇനി ഒരു ദാസനായിട്ടല്ല, അതിലുപരി ലൗകികമായും കർത്താവിലും എനിക്കും അതിലേറെ നിനക്കും പ്രിയപ്പെട്ട ഒരു സഹോദരനായി അവനെ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നെ നിന്റെ സഹകാരിയായി പരിഗണിക്കുകയാണെങ്കിൽ എന്നെപ്പോലെ അവനെയും സ്വീകരിക്കുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിക്കട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമാസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്കാണ് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ മറിയം തീർത്ഥാടകരുടെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. ഇന്നത്തെ 1-ാം വായന ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 13-ാം വാക്യം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. എവിടെയാണ് രക്ഷയുടെ ഉറവിടം, അവിടേക്ക് നമ്മൾ വരണം. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അടിയറവ് വെച്ചത്. തമ്പുരാൻ്റെ അടുക്കൽ രക്ഷയുണ്ട്, തമ്പുരാൻ്റെ അടുക്കലാണ് തൻ്റെ ജീവിതം. അതുകൊണ്ടാണ് ഇന്നത്തെ 2-ാം വായനയിലും പൗലോസ് യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനുമാണ്. യേശുക്രിസ്തു നമ്മളെ പിടിച്ച് ബന്ധിച്ചിട്ടിരിക്കുന്നു എന്നല്ല, കർത്താവിനെ പ്രതി ഞാൻ കർത്താവിന് വേണ്ടി ഞാൻ ജീവിച്ചോളാം, കർത്താവിൻ്റെ കൂടെ ഞാൻ നിന്നോളാം, കർത്താവിലാണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടം എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് കരുതി കർത്താവിൻ്റെ കൂടെ നിൽക്കുക. ദൈവത്തിൻ്റെ
രക്ഷാകര ശക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മൾ വായിച്ചു കേട്ടത്. അപ്പം ദൈവമാണ് രക്ഷയുടെ ഉറവിടം. അപ്പം ദൈവത്തിലേക്ക് വരിക, ദൈവത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കലെത്താൻ സാധ്യമല്ല. യേശുക്രിസ്തുവിലൂടെ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. അപ്പം അവകാശത്തിൻ്റെ സ്ഥലത്തേക്ക്, അവകാശ കേന്ദ്രത്തിലേക്ക് നമ്മൾ വരണം. നമ്മുടെ അവകാശം ദൈവമാണ്. അവിടുന്നാണ് എൻ്റെ അവകാശ ഓഹരിയും എൻ്റെ പാനപാത്രം അവിടെ നിന്നാണ്. നമ്മളിങ്ങനെ പറയലേ. അപ്പോൾ ദൈവമാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് വരണം. സക്കറിയാവ് 9:12, പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങൾ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവൻ, നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. വെറുതെ പറയല്ല, നിങ്ങൾ വാ, നിങ്ങൾക്ക് ഞാൻ ഇരട്ടി തരാം എന്ന്. നിങ്ങൾ വന്ന് നിൽക്കുക, നിങ്ങൾ വേറൊരിടത്തും പോകരുത്, നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ വരിക. എന്നിലൂടെ അല്ലാതെ രക്ഷയില്ല. അതാണ് ചില ആളുകൾ ഈ കാലയളവിൽ മാതാവിന് സഹരക്ഷക എന്ന് പറയാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ മരിച്ചുപോയ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, മാതാവിന് അങ്ങനെ ഒരു അപദാനത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഈശോയാണ് ഏകരക്ഷകൻ, 100% രക്ഷകൻ യേശുവാണ്. മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് കൂടി ചേർന്നിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്, അല്ലെങ്കിൽ മാതാവും കൂടി കുരിശിൽ മരിച്ചതുപോലെയായി. കുരിശിൽ മരിച്ച ഏക രക്ഷകൻ യേശുക്രിസ്തുവാണ്. 100%, 10% മാതാവിന്, 90% ഈശോയ്ക്ക്. അങ്ങനെയല്ല. അതുകൊണ്ട് അത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഏകരക്ഷകൻ യേശുക്രിസ്തുവാണ്. നടപടി പുസ്തകം 4:12, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കി തിരിച്ചു വരണം. അതാണ് ആ പ്രത്യാശയുടെ ദുർഗത്തിലേക്ക്, പ്രത്യാശയുടെ ആ ഉറവിടത്തിലേക്ക് നമ്മൾ വരണം. അപ്പം ഇത് നമ്മൾ ഈ തീർത്ഥാടനം ഇങ്ങനെ നടത്തുമ്പം മാതാവിനെ കൂട്ടുപിടിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഈ തീർത്ഥാടനം വളരെ അർത്ഥവത്താണ്. ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ ഈ ഫ്ലാഗൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മുടെ ജൂബിലി വർഷത്തിൽ നമുക്ക് ഈ ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ. മറിയമാണ് നമ്മുടെ പ്രത്യാശ. ആ കാനായിലെ കല്യാണ നാട്ടിൽ ആ വീട്ടിൽ വെച്ചിട്ട് അവർക്ക് പ്രത്യാശ മറിയമായി. ഒരു ആശുപത്രി കിടക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യാശ മറിയമാകട്ടെ. മറിയം ആരോഗ്യ മാതാവാണ്. സഹിയോൻ മാളികയിൽ ഭയന്ന് വിറച്ചിരുന്ന ശിഷ്യന്മാർക്ക് മറിയത്തിന്റെ സാന്നിധ്യം വലിയ പ്രത്യാശയായി. അവർ വചന പ്രഘോഷണത്തിലേക്ക്, അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ ധൈര്യമുള്ളവരായി മാറി. തള്ളിപ്പറഞ്ഞവരൊക്കെ കർത്താവിനെ പ്രഘോഷിക്കുന്നവരായി മാറി. 10 മടങ്ങ് 10 ഇരട്ടി തീഷ്ണതയോടെ. ബാറുക്ക് 4:28. തള്ളിപ്പറഞ്ഞവൻ പത്രോസ് പിന്നെ നടപടി 4:12 10 ഇരട്ടി തീഷ്ണതയോടെ ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാതെ. വേറെ നാമമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന വിധത്തിലല്ല. നമ്മളൊക്കെ അങ്ങനെയാ പലപ്പോഴും. അവിടെ ഉണ്ട് കുറച്ച് രക്ഷ, ഇവിടെ ഉണ്ട് കുറച്ച് രക്ഷ എന്ന് പറയുന്നത് പോലെ ആകരുത്. ഇതാണ് കർത്താവാണ് ഉറവിടം. ഈ പ്രത്യാശയുടെ കവാടത്തിലേക്ക്, ഉറവിടത്തിലേക്ക് നിങ്ങൾ വരുവിൻ. ധൂർത്തപുത്രൻ ഒരു യാത്ര നടത്തി, ആദ്യം ഒരു യാത്ര നടത്തി, അത് വലിയ പാപത്തിൻ്റെ യാത്ര നടത്തിയെങ്കിൽ വീണ്ടും അവൻ പ്രത്യാശയുടെ യാത്ര വീട്ടിലേക്ക് നടത്തി. അവൻ വീട്ടിൽ പിതാവ് കയറ്റുകയില്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവൻ പന്നിക്കൂട് വിടുമായിരുന്നോ? അവൻ പന്നിക്കൂട് വിട്ട് അവൻ വീട്ടിലേക്ക് വരാൻ അവന് കാരണമാക്കിയത് എൻ്റെ പിതാവ് എന്നെ സ്വീകരിക്കും എന്ന ഒരു പ്രത്യാശ. വേറൊന്നുമില്ല. കർത്താവ് തരുമോ? ഇപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ കർത്താവ് ഈ ബർത്ത്ഡേക്ക്, മാതാവിൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും. തരും എന്നങ്ങ് വിശ്വസിക്കുക. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധിതൻ പറഞ്ഞത്, യോഹന്നാൻ 21:6, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കുമെന്നല്ല, കിട്ടും. അതാണ് പ്രത്യാശയോടെ വരണം. കർത്താവ് തരും എന്ന് പ്രത്യാശയോടെ വരണം. ഇനി ഇന്നത്തെ 1-ാം വായനയിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അത് ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 14-ാം വാക്യത്തിലും 17-ാം വാക്യത്തിലും നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്.
പരസ്പരം ഞെരുക്കരുത്. വീണ്ടും 17-ാം വാക്യത്തിൽ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്, ദൈവത്തെ ഭയപ്പെടണം, ഞാനാണ് നിങ്ങളുടെ കർത്താവ്, വേറെ ആരുമല്ല, ഞാനാണ് നിങ്ങളുടെ കർത്താവ്. ധൂർത്തപുത്രന് തോന്നി എനിക്ക് വീട്ടിലൊരു അപ്പനുണ്ട് എന്ന് തോന്നി, അതുകൊണ്ടാണ് അവൻ തിരിച്ചു വന്നത്. അവൻ വേണമെങ്കിൽ മൂത്ത ചേട്ടാ ഞാൻ വരുന്നുണ്ട് ചേട്ടാ അപ്പനോടൊന്ന് പറയുമോ, അപ്പനോട് എന്നോട് ദേഷ്യം മാറിയിട്ടുണ്ടോ എന്നറിയില്ല, ചേട്ടൻ ഒന്ന് പറയുമോ. ചേട്ടനോട് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇവൻ വരാതിരിക്കാനുള്ള വഴി നോക്കിയാനെ. കാരണം അവൻ വന്നു കയറിയപ്പോ ചേട്ടന് പിടിച്ചില്ലല്ലോ, അപ്പൊ ഇവൻ വരാതിരിക്കാനുള്ള വഴി അങ്ങനെ ഞെരുക്കിക്കളഞ്ഞാനെ. അവൻ ഞെരുക്കാൻ ശ്രമിച്ചു, മൂത്ത മകൻ ഞെരുക്കാൻ ശ്രമിച്ചു. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ഈ ദുരാചാരം ചെയ്യുന്നവരെ ഞെരുക്കിക്കളയുകയാണ്, ദുരാചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നവര് ഞെരുക്കുകയാണ്. കർത്താവിനെ പിടിച്ച് കർത്താവാണ് രക്ഷ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന വിശ്വാസികളെ ദുരാചാരക്കാര് ഞെരുക്കുകയാണ്. ദുരാചാരം പ്രോത്സാഹിപ്പിക്കുന്നത്, ചരട് കെട്ടാനും തൂവാല കെട്ടാനും താഴ്ത്തുപൂട്ടാനും തുടങ്ങുന്നവര്, അങ്ങനെ ചെയ്യാൻ പറയുന്ന അമ്മമാര്, പ്രാർത്ഥിച്ച് നടക്കുന്ന അമ്മമാർ ഇവിടെ വന്നിട്ട് അതൊക്കെ ചെയ്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞെരുക്കുകയാണ്. പ്രത്യാശയുടെ ഉറവിടം കർത്താവാണ്, കർത്താവ് മാത്രം. ഒരു തൂവാല കൊണ്ട് മരത്തിൽ കെട്ടിയ മരമല്ല ദൈവം കൊച്ചിനെ തരാൻ, സൃഷ്ടിക്കുന്നത് ദൈവമാണ്, സൃഷ്ടാവാണ് കുഞ്ഞിനെ തരുന്നത്. അപ്പോൾ പ്രത്യാശയുടെ ഉറവിടത്തിലേക്ക് തന്നെ വരണം, പ്രത്യാശയുടെ ഉറവിടത്തിലേക്ക്. ഇനി മൂത്ത മകൻ അങ്ങനെ പെറുപിറുത്തത് അത് ഞെരുക്കിയവരാ. ഇനി ബർത്തമയോസ് കർത്താവ് അവന് കണ്ണ് കാണാൻ പാടില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിഞ്ഞുകൂടാ. അവൻ ഈശോ പോകുന്നെന്ന് കേട്ടപ്പോ ദാവീദിന്റെ പുത്ര യേശുവേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ കുറെ പേര് ഞെരുക്കി, മിണ്ടാതിരിക്കും. അവൻ അതിലൊന്നും വീടില്ല, അവൻ പിന്നെയും വിളിച്ചു, കർത്താവേ രക്ഷിക്കണേ. യേശു കേട്ടു, പ്രത്യാശയുടെ ഉറവിടം അത് കേട്ടു. എന്നിട്ട് അവനെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ കുറച്ചുപേർ അവനെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ അവർ ഞെരുക്കുന്നവരാകരുത്. പത്രോസ് സ്വയം ഒന്ന് ഞെരുക്കിക്കൊടുത്തു, തള്ളിപ്പറഞ്ഞപ്പോഴും. ഇനി ഈശോ രക്ഷിച്ചു, ഒരു നോട്ടം കൊണ്ട് ഈശോ രക്ഷിച്ചു. അതാണ് യേശു നമ്മളെ രക്ഷിക്കും. ബർത്തമയോസിനെ വിളിക്കാൻ പറഞ്ഞത് കർത്താവാണ്, പത്രോസിനെ നോക്കിയത് കർത്താവാണ്. പത്രോസിനെ നോക്കുമ്പോൾ പത്രോസ് ആ നോട്ടം കാണാൻ അകലെയായി കുറച്ചരികത്തൊക്കെ തന്നെ ഇങ്ങനെ അനുഗമിച്ചിരുന്നു. ഈശോ നോക്കുമ്പോൾ നോട്ടം കാണാൻ പത്രോസ് അവിടെ എങ്ങാനും ഇല്ലായിരുന്നെങ്കിലോ പത്രോസിന് മനം നൊന്ന് കരയാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതാണ് ചേർന്ന് തന്നെ നടക്കണം. നിങ്ങൾ അവകാശത്തിൻ്റെ സ്ഥലത്തേക്ക് തിരികെ പോകണം. നമ്മുടെ അവകാശം ദൈവമാണ്. മൂത്ത മകൻ പെറുപിറുത്തു. ഇളയമകൻ വീട്ടിലേക്ക് വരികയാണ്. അവന് പ്രത്യാശ കിട്ടി. വീട്ടിൽ വന്ന അപ്പൻ എന്നെ കയറ്റും എന്നൊരു പ്രത്യാശ കിട്ടി. പക്ഷേ അവന്റെ പ്രതീക്ഷയ്ക്കപ്പുറം പിതാവ് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അതവൻ പ്രതീക്ഷിച്ചു. അവൻ ചോദിച്ചു, അപ്പ ഞാൻ വരാം, അപ്പൻ എന്നെ കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായോ? അതാണ് പ്രത്യാശയുടെ ദുർഗത്തിലേക്ക്, പ്രത്യാശയുടെ സ്ഥലത്തേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ വിചാരിക്കുന്നതിലപ്പുറം ദൈവം നമ്മൾ അനുഗ്രഹിക്കും. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ചിലവർ ഈ പത്രോസ് സ്വയം ഞെരുക്കിക്കളഞ്ഞതുപോലെ ചില ആളുകൾ, ഇന്നലെ ഒരാളും മദ്യപിച്ചു, ഇന്ന് രാവിലെ കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നു. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ട് മദ്യപിച്ചു, എന്നിട്ട് ഇന്ന് രാവിലെ കുമ്പസാരിക്കാൻ വന്നിരിക്കും. എങ്ങനെ തോന്നി? ഒരു മദ്യം കഴിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിയാതെ കുമ്പസാരിക്കാൻ പറ്റുകയില്ല. കാരണം മദ്യത്തിന്റെ മണം കെട്ടുപോകുകയില്ല. ഇനി അങ്ങനെ ഒരാൾ കുമ്പസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ മദ്യലഹരിയിലാണെങ്കിലോ കുമ്പസാരം നടത്തുന്നത്. അപ്പൊ സ്വയം ഞെരുക്കിയാൽ പിന്നെ എന്ത് ചെയ്യും? യൂദാസ് സ്വയം ഞെരുക്കിക്കളഞ്ഞു. അവന് വീണ്ടും വിചാരം ഉണ്ടായി. അവൻ താൻ ആർക്ക് പണം ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചോ അവിടെ അടുക്ക ചെന്നു. അപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്കും നിനക്കും എന്ത്, അത് നിന്റെ കാര്യം, നീ പോ. അത് കേട്ടപ്പോ പിന്നെ അവന് പ്രതീക്ഷയില്ല. അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു. അതാണ് സ്വയം ഞെരുക്കിക്കളയരുത്. കർത്താവിന്റെ അഭയകേന്ദ്രത്തിൽ വന്നിട്ട് കർത്താവാണ് രക്ഷയെന്നറിഞ്ഞിട്ട് സ്വയം ഞെരുക്കിക്കളയരുത്. ഞെരുക്കുന്നവർ കൂടെ ഉണ്ടാകും, പക്ഷെ സ്വയം ഞെരുക്കിയാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യാനാണ്? ദൈവം ഒത്തിരി നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ പ്രത്യാശ കർത്താവാണ്. അതിന് കൂടെ നിന്ന് സഹായിക്കുന്ന മറിയമല്ല അനുഗ്രഹത്തിൻ്റെ ഉറവിടം, ഈശോയാണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടം. അതുകൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് മറിയം പറഞ്ഞു. സ്ത്രീ എനിക്ക് നിനക്ക് എന്ത് എന്ന മറുപടിയിൽ മറിയം പിന്നെയും പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുവിൻ.
എന്ന് പറഞ്ഞ് മറിയം അങ്ങനെ നിന്നു. മറിയത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റും നമുക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിക്കുന്ന നാളെയാണല്ലോ ബർത്ത്ഡേ, 2025 ബർത്ത്ഡേ. മാതാവേ, അമ്മയുടെ മക്കളായിട്ട് ഞങ്ങൾ കുറേ നാളായി നടക്കണത്, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് താ, ഞങ്ങൾക്ക് സന്തോഷിക്കണം, ഒരു വകയെങ്കിലും താ. കടം മാറണം, രോഗം മാറണം. ആശുപത്രി ഒരു കൊച്ചു കിടക്കുകയാണ്, അവർ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. കൊച്ചിനെ കിട്ടണം, കല്യാണം നടക്കണം, ജോലി കിട്ടണം. അമ്മ ഒന്ന് സഹായിക്കമ്മ, അമ്മ പറ, അമ്മ ഈശോയോട് പറ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എൻ്റെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. അമ്മ, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടമ്മ, ഞങ്ങളെ നിരാശപ്പെടുത്തി വിടല്ലേ, ഞങ്ങൾക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണം. ആമേൻ. നമുക്ക് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രൻ, എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിനിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. നൽകുന്ന സ്വസ്ത്ര കാഴ്ചകളെല്ലാം അനുഗ്രഹമാകട്ടെ. വരുമാനം വർദ്ധിക്കട്ടെ. വരുമാന മാർഗങ്ങൾ ഉയർത്തണമേ. കടബാധ്യത മാറട്ടെ. സാമ്പത്തിക ഭദ്രത കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവെ, ഞങ്ങൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തിരുനാളിൻ്റെ 2 പീക്കായിട്ടുള്ള ദിവസങ്ങളാണ് ഇന്നും നാളെയും. ദൈവമേ, അഭിവന്ദ പിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ. അനുകൂലമായ കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കണമേ. തീർത്ഥാടകരെ സംരക്ഷിക്കണമേ. അവരുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണമേ. ഉന്നതമായ ക്രമീകരണങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ. ഇവർക്ക് നല്ല പ്രത്യാശ ഉണ്ടാകട്ടെ. അനുഗ്രഹത്തോടെ തിരികെ പോകാൻ, മാതാവിൻ്റെ അഭിഷേകത്തോടെ തിരികെ പോകാൻ, അങ്ങനെ തീർത്ഥാടനം വിജയകരമായി പൂർത്തീകരിക്കാൻ കർത്താവെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ സഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. നിഷ്കളങ്കമായ ആരാധനയുടെയും സമാധാനത്തിനുടയവനായ ദൈവമേ, ഈ കാഴ്ചയർപ്പണം വഴി അങ്ങേ മഹിമയെ ഞങ്ങൾ സമുചിതം ആരാധിക്കുകയും ദിവരഹസ്യങ്ങളിലുള്ള പങ്കാളിത്തത്താൽ വിശ്വസ്തയോടെ മനസ്സുകളിൽ ഒന്നായി തീരുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യം മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 കർത്താവ് പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും നിന്നലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവാനേറ്റം ധന്യരുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി
തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹായ രാജമെത്രാനോടും മറ്റു മെത്രാന്മാരോടും വൈദികരോടും സന്യസ്തരോടും എല്ലാ വിശ്വാസികളോടും സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള
ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ മേശയുടെ അപ്പത്താൽ പരിപോഷിതരായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരരിൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുമ്പോഴെല്ലാം സ്നേഹത്തിൻ്റെ ഈ ഭോജനം ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്ഥിരീകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നമുക്ക് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ ഉന്നതമായ അഭിഷേകമുള്ള ഈ മണ്ണിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും വർഷിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഒരു തടവുകാരനെ പോലെ നിൽക്കുകയാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ കരങ്ങൾ ഉയർത്തി നിസ്സഹായരായി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദൈവ
ദൈവജനത്തോട് കരുണ കാണിക്കണമേ. ആശുപത്രിയിൽ കിടക്കുന്ന ഐസിയുവിൽ കഴിയുന്ന ആ കുഞ്ഞിനോട് കരുണ കാണിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികൾ കഴിക്കുന്ന മരുന്നുകൾ, നടത്തുന്ന ട്രീറ്റ്മെന്റുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഫലിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഓരോരുത്തർക്കും നൽകണമേ. കാലങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന സകല മേഖലകളും തുറക്കപ്പെടട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. നാട്ടിലും വിദേശത്തും ജോലി ലഭിക്കട്ടെ. കടബാധ്യതകൾ മാറട്ടെ. മദ്യപാനം മാറട്ടെ. കൂടെ കൂടെ വരുന്ന അപകടങ്ങൾ വഴിമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞായറാഴ്ച ആചരണം, കുംഭസാരം, കുർബാന സ്വീകരണം, അതൊക്കെ ചെയ്താലുള്ള അനുഗ്രഹത്തെ കുറിച്ച് ദൈവജനത്തിന് ബോധ്യം നൽകണമേ. ദൈവശക്തി നിറയട്ടെ. കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ കൊടുക്കണമേ. മരണം വരെ ഉത്തമ കത്തോലിക്ക വിശ്വാസികളായി ജീവിക്കാൻ കൃപ കൊടുക്കണമേ. പരിശുദ്ധമ്മേ, കാണുന്നില്ലേ മക്കളിതാ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് കാണുന്നില്ലേ? കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ എല്ലാവരും രക്ഷ പ്രാപിക്കും. റോമ 10:13 കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ എല്ലാവരും രക്ഷ പ്രാപിക്കും. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ചെറിയവരും വലിയവരും, യോഗ്യതയുള്ളവരും യോഗ്യത ഇല്ലാത്തവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നത ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധ മറിയത്തിന്റെ അഭിഷേകം നിറയട്ടെ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ കുർബാനയുടെ യോഗ്യത, പ്രസാദപര ശക്തി കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ദൈവജനത്തിലേക്ക് വ്യാപരിക്കട്ടെ. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. വലിയ പ്രകാശം നിറയട്ടെ. ഹല്ലേലൂയ. സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സു നമിക്കാം. ഉണ്ണീശോയെ കൈയിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നിർത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകും. ദിവ്യപൂജ സമാപിച്ചു.